കാരണം മുഖ്യമായിട്ടും MVD തന്നെയാണ്. അവരുടെ പണത്തിനോടുള്ള ആർത്തി, അതിനപ്പുറം ഒന്നും പറയാനില്ല. പണത്തിനോടുള്ള ആർത്തി, MVDയുടെ ആർത്തി. മുണ്ടമ്പറമ്പ്, മലപ്പുറം ജില്ലയിലെ കീശ്ശേരി മുണ്ടമ്പറമ്പ് സ്വദേശി പ്രിയപ്പെട്ട ഷൗക്കത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വന്നത്. നമുക്കറിയാം, കൃത്യമായിട്ട് RDOയുടെ അടുത്ത് നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. ഏജന്റ് മുഖാന്തരമല്ലാത്ത ഒരു പരിപാടി നടക്കാത്ത സ്ഥിതിവിശേഷം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുണ്ട്. അതുകൊണ്ട് കൊണ്ടോട്ടി RDO ഓഫീസിലെ ഈ മരണത്തിന് ഉത്തരവാദിയായ RDOനെ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഷൗക്കത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്, ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം 5 വർഷത്തോളമായി ഈ ഓട്ടോ വാങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം സാധാരണ ഏജൻറ്റുമാരുടെയൊക്കെ അടുത്ത് കൊടുത്തിട്ട് ഓരോ വർഷവും അതിൻ്റെ സാധാരണ നേരത്തെയൊക്കെ ഏജൻറ്റുമാരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവൻ രജിസ്ട്രേഷൻ പുതുക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് സാമ്പത്തിക പ്രയാസം കൂടി ഉള്ളത് കാരണത്താൽ അവൻ നേരിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RDOയിൽ അപേക്ഷ കൊടുത്തു. RDOയിൽ അപേക്ഷ കൊടുക്കുന്നത് കഴിഞ്ഞ 2025 11-ാം മാസത്തിലാണ്, അതായത് നവംബർ മാസത്തിലാണ് അവൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപേക്ഷ കൊടുത്തതിന് ശേഷം വാഹനം അവിടെ സബ്മിറ്റ് ചെയ്ത സമയത്ത് ചില മോഡിഫിക്കേഷൻസ്, അത് നമ്മളിപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ വയ്യ, എന്നിരുന്നാലും ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരത് റിജക്റ്റ് ചെയ്തു എന്നാണ് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിർഭാഗ്യകരമായിട്ട് ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഷൗക്കത്ത് നമ്മുടെ നാട്ടുകാരുമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പൊതുപ്രവർത്തകരുമായിട്ടോ മറ്റോ ആരുമായിട്ടും ഈ വിഷയങ്ങളൊന്നും ഷെയർ ചെയ്തില്ല എന്നുള്ളൊരു ദൗർഭാഗ്യകരമായിട്ടൊരു അവസ്ഥ കൂടി ഇതിലുണ്ട്. നമ്മളെ അടുത്ത് ആരും അവരുടെ സുഹൃത്തുക്കളുടെ അന്വേഷിച്ചപ്പോൾ പലരുടെയായിട്ട് അന്വേഷിച്ച സമയത്തൊന്നും ഇതിനെക്കുറിച്ച് അവർക്കൊന്നും ഒരു വിവരമില്ല. ഫേസ്ബുക്കിലൂടെയുള്ള വിവരങ്ങൾ മാത്രമേ അവരായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുള്ളൂ. എന്തായാലും എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരൻ മരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരായിരുന്നാലും അവർക്കെതിരെ തീർച്ചയായിട്ടും മുഖം നോക്കാതെ തന്നെ അവർക്കത് കർശനമായ നടപടികൾ എടുക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം. ഞാനൊരു വണ്ടിക്കാരനാണ്. എൻ്റെ വണ്ടിൻ്റെ പെർമിറ്റ് തെറ്റിയതിന്, ഒരു ദിവസം തെറ്റിയതിന് 7,500 MVD ഫൈൻ ഇട്ടത്. അപ്പോൾ ഞാനത് അടച്ചിട്ടില്ല, എന്നോട് അടക്കാൻ കഴിയില്ല, വണ്ടിക്ക് ഓട്ടമില്ല. കൊണ്ടോട്ടി RDO ഓഫീസിൻ്റെ നിയമങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ചട്ടങ്ങൾ, അവർക്ക് പണമാണ് വേണ്ടത്. കൃത്യമായിട്ട് നമ്മുടെ ലൈസൻസ് തെറ്റി കഴിഞ്ഞാൽ ഒരു ബൈലോ രൂപത്തിലാണ്. ബൈലോ രൂപത്തിലെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ചെന്ന ഒരു മെനു കിട്ടും നമുക്ക്. ഒന്ന് ലൈസൻസ് തെറ്റിയതിന് 5,000 രൂപ, ലൈസൻസ് പുതുക്കാൻ 5,000 രൂപ. ഇത് നേരിട്ട് നമ്മൾ കൊടുക്കാതെ ഏജൻറ്റ് മുഖാന്തരം കൊടുത്താൽ മാത്രമേ ഈ സംഗതികൾ. ആ ഒരു കാരണപ്രകാരമാണ് ഞങ്ങളുടെ സഹോദരൻ ഷൗക്കത്ത് ഈ ഒരു ദാരുണാന്ത്യത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം മുഖ്യമായിട്ടും MVD തന്നെയാണ്. അവരുടെ പണത്തിനോടുള്ള ആർത്തി, അതിനപ്പുറം ഒന്നും പറയാനില്ല. പണത്തിനോടുള്ള ആർത്തി, MVDയുടെ ആർത്തി കാരണം ലൈസൻസ് പുതുക്കാൻ 5,000, ഡേറ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ 300 രൂപ, ഹോട്ടലിൽ ചെന്നാൽ കിട്ടുന്ന മെനു പ്രകാരം പോലെ ചെയ്തു വെച്ചേക്കുകയാണ് ഇവിടെ കൊണ്ടോട്ടി RDO ഓഫീസിൽ നിന്ന് കാണാൻ പറ്റുന്ന സംഗതികൾ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതുകൊണ്ട് സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പലവരും പലരുടേതായ അഭിപ്രായം കമൻറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടോട്ടി RDOയെ കുറിച്ച്. നമുക്കെന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കീശ്ശേരി ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ വണ്ടിയുടെ ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ RDOക്ക് വണ്ടി കാണേണ്ട ആവശ്യമില്ല. അവർ ഫിറ്റ്നസ് കൊടുക്കും. ഇൻഷൂർ ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫിറ്റ്നസ് റെഡി. കാരണം അവർക്ക് വേണ്ടത് പണമാണ്. തീർച്ചയായിട്ടും അത് ഏജൻറ്റ് മുഖാന്തരം കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ധാർഷ്ട്യം അത് കൊണ്ടോട്ടി RDOക്ക് അതല്ലെങ്കിൽ നമ്മൾ കേരള MVDക്ക് മൊത്തത്തിലുണ്ടെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും MVD ഇതിന് മറുപടി പറയണം. തീർച്ചയായിട്ടും മരണപ്പെട്ട സഹോദരൻ്റെ ഉത്തരവാദിത്വം MVD ഏറ്റെടുക്കുകയും വേണം. സർക്കാർ നിയമ നടപടി എന്താണോ അതിനു വേണ്ടി ചെയ്തു കൊടുക്കുകയും വേണമെന്ന് നാട്ടുകാരുടെ അറിയിക്കും.